നമസ്കാരം. ABC ആസ്ട്രോ വേൾഡിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 ശനിയുടെ രാശിമാറ്റമാണ് ജ്യോതിഷലോകം കാത്തിരിക്കുന്ന ഈ വർഷത്തെ മഹാമാറ്റം. 2 വർഷത്തിന് ശേഷമാണ് ശനിയുടെ ഈ രാശിമാറ്റം നടക്കുന്നത്. ഈ രാശിമാറ്റം മൂലം പല നക്ഷത്രക്കാർക്കും അപൂർവ യോഗങ്ങൾ രൂപം കൊള്ളുന്നുണ്ട്. ഇത്തരത്തിലുള്ള പലതരം യോഗങ്ങൾ രൂപം കൊള്ളുന്നത് മറ്റു പല ഗ്രഹങ്ങളുമായിട്ടുള്ള സംയോഗത്തിലൂടെയാണ്. അത്തരം സംയോഗത്തിലൂടെ രൂപം കൊള്ളുന്ന അതിവിശേഷപ്പെട്ട ഒരു യോഗമാണ് ധനാഢ്യയോഗം. ധനത്തിൻ്റെയും സമ്പത്തിൻ്റെയും സുഖസൗകര്യങ്ങളുടെയും ഗ്രഹമായ ശുക്രൻ തൻ്റെ ഉച്ചരാശിയായ മീനത്തിൽ സംക്രമണം നടത്തുന്ന സമയത്തായിരിക്കും ധനാഢ്യയോഗം രൂപപ്പെടുക. മാർച്ച് 29 മഹാശനിമാറ്റം നടക്കുന്നത്. മഹാശനിമാറ്റത്തിലൂടെ ശനി മീനം രാശിയിലേക്കാണ് വന്നെത്തുന്നത്. 30 വർഷങ്ങൾക്ക് ശേഷം രൂപപ്പെടുന്ന ധനാഢ്യയോഗം ചില രാശിക്കാർക്ക് ജീവിതത്തിൽ ഇതുവരെയില്ലാത്ത സൗഭാഗ്യത്തിൻ്റെ വാതിലുകൾ തുറക്കുന്നതായിരിക്കും. ഈ നക്ഷത്രക്കാർക്ക് എല്ലാ മേഖലകളിലും വിജയിക്കാനും നേട്ടങ്ങളും ഭാഗ്യങ്ങളും അനുഭവിക്കാനുമുള്ള യോഗം കിട്ടുന്നതായിരിക്കും. ഇനി ഈ രാശികൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ആദ്യത്തേത് മിഥുനം രാശിയാണ്. മിഥുനൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരമര, തിരുവാതിര, പുണർദം, മുക്കാല് എന്നീ നക്ഷത്രക്കാരാണ് മിഥുനം രാശിയിൽ വരുന്നത്. ഈ മിഥുനം രാശിയിൽ ജനിച്ചവർക്ക് ധനാഢ്യയോഗം വളരെ ഗുണകരമായിരിക്കും. കാരണം ഈ യോഗം അവരുടെ കർമ്മഭാവത്തിലാണ് രൂപം കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ കർമ്മരംഗത്ത് വിജയിക്കാനും ശോഭിക്കാനുമുള്ള അവസരം ഇവർക്ക് വന്നു ചേരുന്നതായിരിക്കും. ജോലി ചെയ്യുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും വളരെ ശുഭകരമായ ഫലങ്ങളാണ് ലഭിക്കാൻ പോകുന്നത്. വിദേശത്തെല്ലാം ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശ കമ്പനികളിൽ നിന്ന് മോഹന വാഗ്ദാനങ്ങൾ ലഭിക്കുന്നതാണ്. നല്ല സാലറിയോടുകൂടിയുള്ള ജോലി വിദേശ കമ്പനികളിൽ ലഭിക്കാനുള്ള യോഗവും കാണുന്നുണ്ട്. ബിസിനസ്സുകാർക്ക് അവർക്ക് സ്വപ്നം കാണാത്തത്രയും കരാറുകൾ, അതായത് അവരുടെ ബിസിനസ് വിപുലീകരിക്കാൻ വേണ്ടിയുള്ള ഓരോ സാധ്യതകൾ അവരുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നതായിരിക്കും. അതുപോലെ തന്നെ അവരുടെ ബിസിനസ് വിപുലീകരിക്കാനും അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനും അവർക്ക് ഈ യോഗത്താൽ സാധിക്കുന്നതായിരിക്കും. നല്ലൊരു ജോലിക്ക് വേണ്ടി തിരയുന്നവരാണെങ്കിൽ അവർക്ക് നല്ലൊരു ജോലി ഈ യോഗത്താൽ ലഭിക്കുന്നതായിരിക്കും. വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന കാര്യങ്ങളിൽ മികവ് പുലർത്തുവാനും പരീക്ഷകളിൽ ഉന്നത വിജയം നേടുവാനും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മുൻപ് ചെയ്തു വച്ചിട്ടുള്ള പല കാര്യങ്ങളും, അതായത് പൂർത്തീകരിക്കാൻ സാധിക്കാതെ ചെയ്തു വച്ചിട്ടുള്ള പല കാര്യങ്ങളും പൂർത്തീകരിക്കാനും അതിൽ നിന്ന് നല്ല ഒരു ഫലം ലഭിക്കുവാനും സാധിക്കുന്നതാണ്. ധനാഢ്യയോഗത്തിൻ്റെ ഫലം അനുഭവിക്കുന്ന അടുത്ത രാശിയാണ് ഇടവം രാശി. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരമര എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവം രാശിയിൽ ജനിച്ചവർക്ക് ധനാഢ്യയോഗത്തിലൂടെ ഐശ്വര്യകരമായ പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. കാരണം ശനി ശുക്ര സംയോഗം ഈ രാശിയുടെ വരുമാനം, ലാഭം എന്നിവയുമായി ബന്ധപ്പെട്ട ഭാവത്തിലാണ് സംഭവിക്കുന്നത്. അതിനാൽ തന്നെ ഇവർക്ക് നല്ല വരുമാനത്തിനും, അല്ലെങ്കിൽ ബിസിനസ്സുകാരാണ് എന്നുണ്ടെങ്കിൽ അവരുടെ ബിസിനസ്സിൽ നിന്ന് വൻ ലാഭം നേടുവാനും സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ധനാഢ്യയോഗം നൽകുന്നത്. അതുകൊണ്ട് ഈ സമയം സമ്പത്ത് ഉണ്ടാക്കാൻ വളരെ അനുകൂലമായ ഒരു സാഹചര്യം തന്നെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ സമയം സമ്പത്ത് ഉണ്ടാക്കാൻ വളരെ അനുകൂലമായ സമയമാണ്. സാമ്പത്തിക സ്ഥിതി പ്രതീക്ഷകളെ പോലും മറികടന്ന് മുന്നേറുന്നതായിരിക്കും. മുൻ വർഷങ്ങളിൽ ചെയ്ത നിക്ഷേപങ്ങളിൽ നിന്നും വൻ ലാഭം ഉണ്ടാക്കാനുള്ള ഒരു അവസരം ഈ വർഷം ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ ദമ്പതിമാർക്കിടയിൽ ഉണ്ടായിരുന്ന കലഹങ്ങളൊക്കെ മാറുകയും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു അന്തരീക്ഷം വന്നു ചേരുന്നതുമാണ്. അതുപോലെ മക്കളുമായി ബന്ധപ്പെട്ട് വളരെ നല്ല വാർത്തകൾ, ശുഭവാർത്തകൾ മക്കളിൽ നിന്ന് കേൾക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നതാണ്. ഓഹരി വിപണിയിലും ലോട്ടറിയിലുമെല്ലാം ഭാഗ്യപരീക്ഷണങ്ങൾ നടത്തുന്നവർക്ക് അതിൽ നിന്നെല്ലാം ഭാഗ്യനേട്ടങ്ങൾ ഉണ്ടാവാനുള്ള അവസരവും ഈ കാലയളവിൽ ഉണ്ടാവുന്നതാണ്. അടുത്ത രാശി വരുന്നത് കുംഭം രാശിയാണ്. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടം, അര, ചതയം, പൂരുരുട്ടാതി, മുക്കാല് എന്നീ നക്ഷത്രങ്ങളാണ്. കുംഭം രാശിയിൽ ജനിച്ചവർക്ക് ധനാഢ്യയോഗം വളരെയധികം ശുഭഫലങ്ങളാണ് നൽകുന്നത്. കാരണം ശനിയുടെയും ശുക്രൻ്റെയും സംയോഗം കുംഭം രാശിയുടെ ധനഭാവത്തിലാണ് സംഭവിക്കുന്നത്. ഇതിലൂടെ പല മേഖലകളിൽ നിന്ന് ഇവർക്ക് നേട്ടങ്ങൾ തേടി വരുന്നതാണ്.
ബിസിനസ്സിൽ ഉയർച്ചകൾ കീഴടക്കാൻ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ബിസിനസ് വിപുലീകരിക്കാനും നല്ല ലാഭമുണ്ടാക്കാനും സാധിക്കുന്ന ഒരു സമയമാണ് ഈ ധനാഢ്യ യോഗം എന്ന സമയം. അതുപോലെ ഇവർക്ക് കിട്ടാനുള്ള പണങ്ങൾ, അതായത് മറ്റുള്ളവർക്ക് കടം കൊടുത്തതായിരിക്കാം, അല്ലെങ്കിൽ ഇവർ ജോലി ചെയ്തിട്ട് കിട്ടാനുള്ള പണം ഇതുവരെ കിട്ടാണ്ടിരുന്നിട്ട് ആ പണം അങ്ങനെ പെൻഡിങ് ആയിരിക്കുന്നതാവാം. ഇങ്ങനെയുള്ള പണങ്ങൾ ഇതുവരെ കിട്ടില്ല എന്ന് വിചാരിക്കുന്ന പണങ്ങൾ പോലും ഇവർക്ക് ഈ കാലയളവിൽ തിരിച്ചു കിട്ടുന്നതായിരിക്കും. ഇതുവഴി ഇവരുടെ സാമ്പത്തിക സ്ഥിതി ഏറ്റവും നല്ല ഒരു രീതിയിലേക്ക് മാറിക്കിട്ടുന്നതുമാണ്. അതുപോലെ തന്നെ ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. തൻ്റെ സ്വന്തം പ്രയത്നം കൊണ്ട് ഇവർക്ക് എല്ലാ മേഖലകളിലും എത്തിപ്പെടാനും ഇവർ ചെയ്യുന്ന കാര്യങ്ങളിൽ എല്ലാനും നല്ല സക്സസ് ആയിട്ട് മുന്നേറാനും ഈ കാലയളവിൽ സാധിക്കുന്നതാണ്. ഈ പറഞ്ഞ 3 രാശിക്കാർക്കും അവർ എന്ത് തുടങ്ങി വെച്ചാലും ഈ ധനാഢ്യ യോഗ സമയത്ത് ഇവർക്ക് ഈ തുടങ്ങി വെക്കുന്ന സംരംഭങ്ങൾ, അല്ലെങ്കിൽ തൊഴിലാവാം, ബിസിനസ്സാവാം, എന്തുമായിക്കോട്ടെ, ഇതിൽ നിന്ന് നല്ല രീതിയിലുള്ള ലാഭം കിട്ടുന്നതായിരിക്കും. അതിനാൽ നല്ല പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകേണ്ടത് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ്. ഇവർ പ്രാർത്ഥനയോടൊപ്പം തന്നെ ഇവർ നന്നായി പരിശ്രമിക്കേണ്ടതും അത്യാവശ്യമാണ്. പരിശ്രമത്തിലൂടെ ഇവർക്ക് എല്ലാ കാര്യത്തിലും വിജയം നേടാനും സാധിക്കുന്നതാണ്.